എല്ലാവർക്കും നമസ്കാരം. 1 കോടി ഫയൽ കൈകാര്യം ചെയ്യാൻ 2100 കോടി രൂപ ശമ്പളവും 1464 കോടി രൂപ പെൻഷനും. എങ്ങനെയുണ്ട്? നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു വലിയ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കൊള്ളയെക്കുറിച്ചും ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെക്കുറിച്ചും വളരെ ഗൗരവമായി പറയാം. കേരളത്തിലെ പാസ്പോർട്ടുകളെല്ലാം കൊടുക്കുന്നത് TCS എന്ന് പറയുന്ന ടാറ്റയുടെ ഒരു കമ്പ്യൂട്ടർ സ്ഥാപനമാണ്. ഒരു വർഷം കൊണ്ട് അവർ കൊടുക്കുന്നത് 15.5 ലക്ഷം പാസ്പോർട്ടാണ് കേരളത്തിൽ. 4 റീജിയണൽ ഓഫീസുകൾ ഉൾപ്പെടെ 18 ഓഫീസുകളിൽ 161 ഗവൺമെൻറ് ഒഫീഷ്യൽസും 2993 TCSൻ്റെ സ്റ്റാഫും കൂടെ ചേർന്ന് 3154 പേരാണ് ഈ പാസ്പോർട്ട് ഓഫീസുകൾ, ഈ 18 ഓഫീസുകളുടെ ഉദ്യോഗസ്ഥ ബലം എന്നത്. ഈ 3154 പേര് ചേർന്ന് ഒരു വർഷം കൊടുക്കുന്നത് 15.5 ലക്ഷം പാസ്പോർട്ട്. അതായത് 15.5 ലക്ഷം ഭാഗം 3154 വെച്ച് നമ്മൾ ഹരിച്ചാൽ 491 പാസ്പോർട്ട് ഒരു ഉദ്യോഗസ്ഥൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റാഫിൻ്റെ പേരിൽ ഒരു വർഷം പുറത്തിറങ്ങുന്നുണ്ട്. പാസ്പോർട്ടുകളിൽ 99% യാതൊരുവിധ തെറ്റുകളും എററുകളും ഇല്ല. രണ്ടാമത് തിരുത്താൻ ഇതിൻ്റെ ഒന്നും പുറകെ നടക്കേണ്ട കാര്യമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അവർ ചെയ്തു തരികയും ചെയ്യും. എന്ന് മാത്രമല്ല, ഒരു ദിവസം കൊണ്ടും എമർജൻസി ഉണ്ടെങ്കിൽ പാസ്പോർട്ട് കിട്ടും. 10 ദിവസം കൊണ്ട് അതിനപ്പുറം ഒരു കാരണവശാലും പോകത്തുമില്ല. ഇതാണ് ഇവരുടെ സ്പീഡും ഇവരുടെ ജോലിയുടെ കൃത്യതയും. കേരളത്തിൽ ഒരു വ്യവസായം തുടങ്ങണമെങ്കിൽ മിനിമം 8ഓളം ലൈസൻസുകൾ വേണം. ഈ ലൈസൻസുകൾ കൃത്യമായിട്ട് കിട്ടാൻ കൈക്കൂലി കൊടുക്കുന്നില്ലെങ്കിൽ ഏതാണ്ട് 5 വർഷത്തിൽ താഴെയുള്ള സമയം വരെ നടക്കേണ്ടി വരും. ഉദാഹരണത്തിന് പറയാം, എൻ്റെ ഒരു സ്നേഹിതൻ ഒരു കെട്ടിടം പണിതു, ഒരു വ്യവസായം തുടങ്ങാൻ. അതിൻ്റെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നു, അവരുടെ അടുത്ത് ചെന്നപ്പോൾ അവർ പറയുന്നു ജോലിക്കാർക്ക് ആവശ്യത്തിനുള്ള കാറ്റും വെളിച്ചവും കയറണം. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു ഈച്ച പോലും കയറരുത് എന്ന് പറഞ്ഞാൽ ജോലിക്കാർക്ക് ആവശ്യത്തിനുള്ള കാറ്റും വെളിച്ചവും കയറുമ്പോൾ അതിനകത്ത് ഈച്ച കയറുകയല്ലേ. ഇങ്ങനെയുള്ള ഒരു തരത്തിലും ചേർന്ന് പോകുകയല്ലാത്ത നിയമങ്ങൾ മൂലം ദീർഘവർഷങ്ങളാണ് കൈക്കൂലിയും കൂടെ കൊടുക്കുക അല്ലെങ്കിൽ ഈ ലൈസൻസുകൾ കിട്ടാൻ വേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കേരളത്തിൽ എങ്ങനെ പുതിയ വ്യവസായ സംരംഭങ്ങൾ വരും എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. നമ്മുടെ ഈ കേരളം ഇങ്ങനെ മുടിഞ്ഞു മുദ്രയിട്ട് പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ ലൈസൻസുകൾ ലഭിക്കാനുള്ള കാലതാമസവും അതിൻ്റെ തടസ്സങ്ങളുമാണ്. ഇനി ഈ ദ്രോഹം തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നറിയാമോ? അത് പഞ്ചായത്തുകളിൽ നിന്നാണ്. കേരളത്തിൽ 941 പഞ്ചായത്തുണ്ട്, 87 മുനിസിപ്പാലിറ്റിയുണ്ട്, 6 കോർപ്പറേഷനുണ്ട്, ഒരു മനുഷ്യനും ഒരു ഗുണവുമില്ലാത്ത ജില്ലാ പഞ്ചായത്ത് 14 എണ്ണമുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് 152 എണ്ണമുണ്ട്. നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ജില്ലാ പഞ്ചായത്ത് കൊണ്ടും ബ്ലോക്ക് പഞ്ചായത്ത് കൊണ്ടും പൊതുജനത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ? നിങ്ങൾ പറ. അപ്പോൾ ഈ പറഞ്ഞ സ്ഥാപനങ്ങളെല്ലാം കൂടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാം ഉൾപ്പെടെ 1200-ലധികം സ്ഥാപനങ്ങളുണ്ട്. ഇതിനെല്ലാം കൂടെ കൊണ്ടു നടക്കുന്ന വകുപ്പിൻ്റെ പേരാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ്, അല്ലെങ്കിൽ LSGD. അധികാരം ജനങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ അധികാരം താഴെ തട്ടിലേക്ക്. പക്ഷേ ഈ അധികാരം വന്നത് എത്ര പേരിലോട്ടാണെന്നറിയാമോ? അധികാരം വന്നത് 17,337 പഞ്ചായത്ത് മെമ്പർമാരിലേക്കും 2,267 ബ്ലോക്ക് മെമ്പർമാരിലേക്കും 346 ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരിലേക്കും പിന്നെ 3,240 മുനിസിപ്പാലിറ്റി മെമ്പർമാരിലേക്കും 421 കോർപ്പറേഷൻ മെമ്പർമാരിലേക്കുമാണ്. എന്ന് പറഞ്ഞാൽ 23,611 മെമ്പർമാർ. ഇനി LSGDയുടെ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നത് 35,000. ഇത്രയും പേരിലേക്കാണ് അധികാരം താഴെ തട്ടിലേക്ക് വിഭജിച്ച് വന്നത്. ഇത്രയും പേര് ഒരു വർഷം കൈകാര്യം ചെയ്യുന്നത് ഔദ്യോഗിക കണക്കനുസരിച്ച് 1 കോടിയിൽ താഴെ ഫയലുകൾ. അപ്പോൾ ഇവർ കൈകാര്യം ചെയ്യുന്ന 1 കോടി ഫയലിനെ 23,611 മെമ്പർമാരും 35,000 സ്റ്റാഫുകളെയും കൂടെ കൂട്ടിയാൽ 58,611 പേര് വെച്ച് ഡിവൈഡ് ചെയ്താൽ ഈ സാറുമാരിൽ ഒരു മനുഷ്യൻ ഒരു വർഷം കൈകാര്യം ചെയ്യുന്നത് 170 ഫയലുകളാണ്. 170 ഫയലുകൾ.
ഇനി ഉദ്യോഗസ്ഥന്മാരെ മാത്രം നമ്മൾ കൂട്ടുകയാണെങ്കിൽ 1 കോടി ഫയലെ ഭാഗം 35,000 എന്ന് എടുത്തു കഴിഞ്ഞാൽ 286 ഫയലെന്ന് പറയും. ഈ 286 ഫയല് കൈകാര്യം ചെയ്യാനാണ് ഇത്രയും വലിയൊരു മുടക്ക് ഈ LSGD ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടെ ഇറങ്ങിപ്പോകുന്നത്. ഈ 35,000 ജോലിക്കാരിൽ 4,300 ജോലിക്കാർ ടെക്നിക്കൽ സ്റ്റാഫാണ്. ഇനി പഞ്ചായത്തിൻ്റെ വരുമാനം പറയാം. ഓൺ ഫണ്ട്, പഞ്ചായത്തിന് സ്വന്തമായിട്ട് ഉണ്ടാക്കാവുന്ന ഫണ്ട്, കെട്ടിടങ്ങളുടെ നികുതി, ലൈസൻസ് ഫീസുകൾ, കെട്ടിടങ്ങളുടെ പെർമിറ്റ് ഫീസ്. ഈ പെർമിറ്റ് ഫീസ് എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഒരു കൊള്ളയാണ്. നേരത്തെ 3000 സ്ക്വയർ ഫീറ്റിൻ്റെ പെർമിറ്റ് വേണമെങ്കിൽ 2,800 രൂപ കൊടുക്കേണ്ടത് ഇപ്പോൾ 1,00,000 രൂപ എടുത്ത് കൊടുക്കണം. ഭയങ്കര ജനാധിപത്യമാണ്. പിന്നെയുള്ളത് പ്ലാൻ ഫണ്ട്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇവർക്ക് കൊടുക്കുന്ന ഫണ്ടാണ് ഈ പ്ലാൻ ഫണ്ട് എന്ന് പറയുന്നത്. 2025-26 കണക്കനുസരിച്ച് ഓൺ ഫണ്ടും പ്ലാൻ ഫണ്ടും കൂടെ കേരളത്തിൽ LSGD ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയിരിക്കുന്നത് 22,000 കോടിയാണ്. 22,000 കോടി. ഈ 1,200 സ്ഥാപനങ്ങൾക്ക് ഇതിനെ ആവറേജ് ഡിവൈഡ് ചെയ്താൽ 18.33 കോടി രൂപ ഒരു സ്ഥാപനത്തിന് കിട്ടിയിട്ടുണ്ട്. അതിപ്പം കോർപ്പറേഷനൊക്കെ വലുതായതുകൊണ്ട് കോർപ്പറേഷന് കുറച്ച് കൂടുതൽ തുക പോവും, മുനിസിപ്പാലിറ്റിക്ക് കുറച്ചുകൂടെ പോവും, പിന്നെ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പഞ്ചായത്തിൽ ഒരു 5 മുതൽ ഒരു 12 കോടിക്ക് ഇടയ്ക്കുള്ള വരുമാനം ഉണ്ട്. ഒരു പഞ്ചായത്തിൽ 30 സ്റ്റാഫ് ആവറേജ് ഉണ്ട്. ഈ 35,000 പേർക്ക് നമ്മൾ ശമ്പളം കണക്ക് കൂട്ടി നോക്കുമ്പം അവർക്ക് ഒരു മാസം 175 കോടി രൂപ ശമ്പളമായിട്ട് വേണം LSGD ഡിപ്പാർട്ട്മെൻറ്റിന്. അതായത് ഒരു വർഷം 2,100 കോടി. ഇവരുടെ പെൻഷൻ എന്ന് പറയുന്നത് മാസം 122 കോടി. അതായത് 1,464 കോടി രൂപ ഒരു വർഷം പെൻഷനായിട്ട് വേണം. അതായത് ടോട്ടൽ 3,564 കോടി രൂപ ഇവർക്ക് പെൻഷനായിട്ട്, ശമ്പളമായിട്ട്, തുകയായിട്ട് വേണം. ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ ശമ്പളം സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇവരുടെ കൊടുക്കാതെ ബാക്കി ഉള്ള സ്റ്റാഫിന് ഈ പഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ടിൽ നിന്ന് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓൺ ഫണ്ടിൽ നിന്ന് എടുത്ത് ശമ്പളം കൊടുക്കുക. ഇനി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ജനന മരണ വിവാഹ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് 25 ലക്ഷത്തോളം. പിന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരു വർഷം അതിൻ്റെ ആപ്ലിക്കേഷൻ വന്ന് കയറി ഇറങ്ങിപ്പോകുന്നത് 15 ലക്ഷത്തോളം. കെട്ടിട നിർമ്മാണ പെർമിറ്റ്, ഫീസ്, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ളതെല്ലാം കൂടെ കൂട്ടി 3 മുതൽ 5 ലക്ഷം വരെ ആപ്ലിക്കേഷനുകൾ വരുന്നുണ്ട്. പിന്നെയുള്ളത് ഉടമസ്ഥാവകാശം, തൊഴിൽ നികുതി, കെട്ടിട നികുതി, ബാക്കിയെല്ലാം കൂടിയായി വരുന്ന ഈ 65 ലക്ഷത്തിൽ താഴെ. ഇങ്ങനെയാണ് 1 കോടി എന്തെങ്കിലും ഇടപാടുകൾ. ഞാൻ ഒരു ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനേയും ഒരു ഫയലായിട്ട് കൂട്ടിയാണ് ഇത് പറയുന്നത്. TCSൽ 491 പാസ്പോർട്ട് ഒരു ഉദ്യോഗസ്ഥൻ്റെ ആവറേജ് നോക്കുമ്പം ഒരു ഉദ്യോഗസ്ഥൻ്റെതായിട്ട് പുറത്തിറങ്ങുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ നോക്കുമ്പോൾ അത് 286 ഉള്ളൂ. മെമ്പർമാരെയും കൂടെ കൂട്ടി അത് 170 ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇത്രയും സ്ഥാപനങ്ങളിൽ കാര്യമായ ഒരു പണി നടക്കുന്നില്ലെന്നർത്ഥം. 5 കോടി മുതൽ 10-11 കോടി വരെ ആവറേജ് പഞ്ചായത്തുകളിൽ വരുമാനമുണ്ട്. 5 കോടിക്ക് താഴെയുള്ള പഞ്ചായത്തുകൾ അപൂർവമായിട്ടേ ഉള്ളൂ. ഈ സർക്കാരിൻ്റെ ഗ്രാൻറ്റും അവരുടെ ഓൺ ഫണ്ടും എല്ലാം കൂടെ കൂട്ടുമ്പോൾ. അന്നേരം നമ്മൾ ഈ 5 മുതൽ ഒരു 10-11 വെച്ച് നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ 5 കോടി വെച്ച് കണക്ക് കൂട്ടിയാൽ പോലും കേരളത്തിലെ ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിൽ, അല്ലെ മുനിസിപ്പാലിറ്റിയിലെ ഒരു വാർഡിൽ, അല്ലെ കോർപ്പറേഷനിലെ ഒരു വാർഡിൽ മിനിമം 25 ലക്ഷം രൂപ ഒരു വർഷം വരണം. ഒരു വാർഡിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ഇവിടുത്തെ പൊതുജനത്തോട് ചോദിക്കട്ടെ. 25 ലക്ഷം രൂപയുടെ വികസനം നമ്മുടെ ഓരോ വാർഡിലും ഒരു വർഷം നടക്കുന്നുണ്ടോ? ഒരു ഉദാഹരണം പറയാം. എൻ്റെ പഞ്ചായത്തിലെ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് കുപ്പി വിറക്കാൻ വേണ്ടി, സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി ഒരു കൂടുണ്ടാക്കി. കൂടെന്ന് പറഞ്ഞാൽ ഒരു 10-15 അടി നീളവും ഒരു 5-8 അടി വീതിയും ഒരു 6-7 അടി പൊക്കവും ഉള്ള കൂടുണ്ടാക്കി. ഹോൾസെയിൽ പൈപ്പ് വിൽക്കുന്ന കടയിലുള്ള കംപ്ലീറ്റ് പൈപ്പും കൊണ്ടുവന്നു. എന്നിട്ട് ഇത് ഉണ്ടാക്കാൻ ഒരുത്തിന് കരാറ് കൊടുക്കും. സർക്കാരിന് നേരിട്ട് ചെയ്യാൻ പറ്റിയല്ലോ. കോൺട്രാക്റ്റ് കൊടുത്തിട്ട് പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ നിന്ന് കറണ്ട് കുത്തി കൊടുത്തു. ഞാൻ മനസ്സിലാക്കുന്നത് അത് അത്രയും കൂടുണ്ടാക്കാൻ കറണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞത് ഒരു 1 ലക്ഷം രൂപയെ കാണും. അതും സർക്കാരിൻ്റെ പോയി, അർത്ഥം ഇവിടുത്തെ ജനത്തിൻ്റെ പോയി. ഈ കൂടെന്ന് പറയുന്നത് പ്ലാസ്റ്റിക് കുപ്പി ഇടാനുള്ള ഉണ്ടാക്കിയ കൂടാണ്. വേണമെങ്കിൽ അതിനകത്ത് കടുവായ വേണമെങ്കിൽ നമുക്ക് കാഴ്ചബംഗ്ലാവിലോട്ട് ഈ കൂട് കൊടുക്കാമെങ്കിൽ കടുവായ സൂക്ഷിക്കാനകത്ത്. അത്രയും വലിയ കൂടുകൾ. എന്നാ ഉത്തരവാദിത്വമില്ലാത്ത പണികളാണ്. ഒരു വർഷത്തിൽ ആവറേജ് അവധികൾ കഴിഞ്ഞിട്ട് ജോലിയുള്ള ദിവസം 255-260. LSGD ഉദ്യോഗസ്ഥന്മാർ ഒരു വർഷം നോക്കുന്ന ഫയൽ 285. അതായത് നമ്മൾ കണക്ക് കൂട്ടി നോക്കുമ്പം ഏതാണ്ട് ഒരു ദിവസം ഒരു ഫയലേ ഒരു ഉദ്യോഗസ്ഥൻ നോക്കുന്നുള്ളൂ.
ഒരു ഫയൽ. ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് തരുന്നുണ്ടെങ്കിൽ ആവറേജ് നോക്കുമ്പോൾ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റേ ഉള്ളൂ. അതിന് തന്നെ 10 രൂപയുടെ മുദ്രപത്രം നമ്മൾ മേടിച്ചുകൊണ്ട് ചെല്ലുകയും ചെയ്യണം. എങ്ങനെയുണ്ട് പണി? അതായത് നമ്മളിതിൻ്റെ കണക്ക് വെച്ച് നോക്കിയാൽ 2100 കോടി ഇവർക്ക് ശമ്പളമുണ്ട്, 1464 കോടി പെൻഷനുണ്ട്, ഒരു വർഷത്തെയാണ്. ഫയല് നമ്മൾ നോക്കുമ്പോൾ 1 കോടി ഫയലേ ഒരു വർഷം LSCയുടെ ഓഫീസുകളിൽ കൂടെ കയറി ഇറങ്ങി പാസ്സായി വരുന്നുള്ളൂ. അതിനകത്ത് തന്നെ പകുതി ക്ലറിക്കൽ മിസ്റ്റേക്കും. ഈ ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ വരുന്നതല്ല, ഇവന്മാർ വരുത്തുന്നതാണ്. എന്നത്തിനാണെന്നറിയോ? നമ്മൾ പിന്നെ തേരാപ്പാര ഇവന്മാരുടെ പുറകെ നടന്നോണം. അഡ്രസ്സിൽ ഒരു വാക്ക് മാറിയാൽ, പേരയിൽ ഒരു വാക്ക് മാറിയാൽ സംഭവം പോയില്ലേ? അത് ആരുടെ കുഴപ്പമാണ്? പൊതുജനത്തിൻ്റെ കുഴപ്പം. പൊതുജനം പിന്നെ ഇതിന് അപേക്ഷ വെച്ച് ഈ നടപടിയെല്ലാം പുറകെ നടക്കുക, സ്ഥിരമായി ഇങ്ങനെ വരിക, മനഃപൂർവ്വം വരുത്തുക. പക്ഷേ പാസ്പോർട്ടിൽ ഒരിക്കലും ഇങ്ങനെയുള്ള തെറ്റുകൾ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം നമ്മൾ കണക്കൂട്ടി നോക്കുമ്പം ഒരു ഫയലിന് 3464 രൂപ, ഏതാണ്ട് 3500 രൂപ ഒരു ഫയൽ കയറി ഇറങ്ങുമ്പോൾ ചിലവ് വരുന്നുണ്ട്. ഒരു ഫയലെന്ന് പറഞ്ഞാൽ എന്നതേലും ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന് മറുപടി വരുമ്പോഴത്തേനും 3464 രൂപ ചിലവ് വരുന്നുണ്ട്. ഞാൻ സത്യമായിട്ടും പറയട്ടെ, ഈ മുടിഞ്ഞ തൂറ്റ് മലയാളിയെ മുള്ളിക്കാൻ സമ്മതിക്കരുത്. ഇത് മുഴുവൻ അങ്ങ് പൊക്കോണ്ടിരിക്കുക. ഇതിൻ്റെ പുറത്താണ് ഒടുക്കത്തെ കൈക്കൂലി, വർക്കിൻ്റെ കമ്മീഷൻ, അനധികൃത ഇടപാടുകൾ. എങ്ങനെ നന്നാകും? ചെയ്യാത്ത പണികളുടെ അളവ്. റോഡ് 12 സെൻറ്റിമീറ്റർ കനത്തി വാർക്കുമെന്നല്ല, 15 സെൻറ്റിമീറ്റർ കനത്തി വാർക്കുമെന്നാണ് എസ്റ്റിമേറ്റ് എങ്കിൽ 4 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ ഭാഗ്യം. കമ്പി ഇട്ട് വാർക്കുമെന്നാണ് വ്യവസ്ഥയെങ്കിൽ കമ്പി ഉണ്ടെങ്കിൽ ദൈവാനുഗ്രഹം. കല്ലുകെട്ടിൻ്റെ അടിയിൽ 3 മീറ്റർ വണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 മീറ്റർ വണ്ണം ഉണ്ടെങ്കിൽ ഭാഗ്യം. ഇത് കൂട്ട് തട്ടിപ്പും വെട്ടിപ്പും എല്ലാം വേറെ. കേരളം എങ്ങനെ നന്നാവും? നിങ്ങൾ തന്നെ പറ. ഈ സിസ്റ്റം മാറാതെ ഇത് നന്നാവുമോ? നന്നാകുകയല്ല. മലയാളി ഈ ഒടുക്കത്തെ നികുതി മുഴുവൻ കൊടുത്തിട്ട് ഒരു ശ്രദ്ധയില്ലാതെ കുനിഞ്ഞിരുന്നാൽ ഭൂമിക്ക് പാര വെച്ചവൻ്റെ ആസനത്തിൽ പാര വെച്ചവന്മാരാ ഈ 23,611 മെമ്പർമാരും ഈ 35,000 ഉദ്യോഗസ്ഥന്മാരും. ഇവന്മാരുടെ അടുത്ത് നമ്മൾ അനങ്ങാതെ ഇങ്ങനെ ഇരുന്നാലുണ്ടല്ലോ, ഇവന്മാർ ഇത് മുഴുവൻ മേടിച്ച് അമുക്കും. ഈ 23,611 മെമ്പർമാരിൽ എല്ലാവരും എന്നല്ല ഞാൻ പറയുന്നത്, നല്ലൊരു ശതമാനവും ഈ ഇലക്ഷന് ജയിക്കാൻ വേണ്ടി 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ മുടക്കിയിട്ടാണ് അധികാരത്തിൽ കയറി വരുന്നത്. മാസം 8,000 രൂപ ഓണറേറിയം കിട്ടാൻ വേണ്ടി ആരെങ്കിലും ഈ 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ മുടക്കുമോ? ഞങ്ങൾ നേരത്തെ തന്നെ ഒരു വീഡിയോ വിട്ടിട്ടുണ്ട്. 72 കോടി രൂപ ടെക്നിക്കൽ സാങ്ഷൻ ഇല്ലാതെ കൈകാര്യം ചെയ്ത പഞ്ചായത്തുകൾ വരെ കേരളത്തിലുണ്ട്. അപ്പം മലയാളിയോട് ഞാൻ പറയട്ടെ, ഈ ഇവന്മാർ ഈ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും ഉൾപ്പെടെയുള്ള 16,33,000 ബാലൻസ് ഉള്ള 3,43,00,000 ജനത്തിന് അവരെ ശരിക്കും മരപ്പൊട്ടന്മാരെന്നേ വിളിക്കാൻ പറ്റുള്ളൂ. ഈ 3,43,00,000 മരപ്പൊട്ടന്മാർ മലയാളികൾ ഇത് മുഴുവൻ കൊടുത്തിട്ട് ഈ LSCD ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരെയും ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഈ 35,000 ഉദ്യോഗസ്ഥന്മാരും ബാക്കി ഏതാണ്ട് ഇത്രയും ഈ 23,611 മെമ്പർമാരും ഉള്ള ഈ ഡിപ്പാർട്ട്മെൻറ്റിന് ഈ ഒടുക്കത്തെ നികുതി മുഴുവൻ കൊടുത്തിട്ട് നോക്കി നിന്നാൽ ഇവന്മാർ അവസാനം മനുഷ്യൻ്റെ വായി വിരലിട്ട് കാണിക്കും. അതാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 3,43,00,000 ജനത്തിനോട് പറയട്ടെ, ഏറ്റവും ആധുനിക ടെക്നോളജി ഉപയോഗിക്കുകയും TCSനെ പോലെയുള്ള കമ്പനികളെ ഇത് ഏൽപ്പിച്ച് സ്വകാര്യവൽക്കരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് 5,000 താഴെ ഉദ്യോഗസ്ഥന്മാർ മതി. നമുക്ക് 90% സർട്ടിഫിക്കറ്റുകളും ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇവന്മാരെ മുഴുവൻ തീറ്റിപ്പോറ്റേണ്ട കാര്യമില്ല. പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ ജനത്തിന് പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നടപടികൾ എടുത്ത് വന്നാൽ ചെലവ് കുറയും. നമ്മുടെ വരുമാനത്തിൻ്റെ 92% ഉദ്യോഗസ്ഥന്മാരുടെ രാഷ്ട്രീയക്കാരുടെ പെൻഷൻ ശമ്പളം ചെലവുകളായിട്ട് പോകുന്നെങ്കിൽ അതൊരു 25% കുറയ്ക്കാതെ ഈ 3,43,00,000 ജനത്തിന് ഒരു പൂക്കത്തോളം കിട്ടാൻ പോകുന്നില്ല. ആ ജനത്തിന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഈ കാര്യത്തിലെല്ലാം സമൂലമായ മാറ്റം ഉണ്ടാക്കണം. പിന്നെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പരാതിയും കൂടിയുണ്ട്, ഞങ്ങൾക്ക് KSEBിലെ പോലെ ശമ്പളമില്ലെന്ന്. ഈ 35,000 ഉദ്യോഗസ്ഥന്മാർക്ക് വർഷത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ ആവറേജ് 280 ഫയൽ അല്ലെ 85 ഫയൽ നോക്കുന്നിടത്ത് ഇനി ഇവന്മാർക്ക് ശമ്പളവും കൂടെ കൂട്ടിക്കൊടുക്കണം എന്ന് പറയുന്ന അതിൻ്റെ പുറകിലുള്ള ന്യായം എങ്ങനെയാണെന്ന് നമ്മളും ചിന്തിക്കണം, ഗവൺമെൻറ്റും ചിന്തിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും ഇതെല്ലാം സ്വകാര്യവൽക്കരിക്കാതെ നമ്മുടെ നാട് നന്നാകുകയില്ലെന്നുള്ളത് 100% ഉറപ്പാണ് എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടും നിർത്തട്ടെ. നന്ദി, നമസ്കാരം.